അങ്ങനെ ടക്കാക്കോ ജിംബോച്ച് എന്ന സ്ഥലവും ബുക്ക് ഷോപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഹോളിഡേയ്സൊക്കെ ആയപ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അങ്കിള് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പിന് പോയി. അവളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും അവൾ ഷോപ്പിൽ തന്നെ സ്റ്റേ ചെയ്തു. ഹോളിഡേയ്സ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ രാവിലെ ജിംബോച്ചയുടെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ചുമ്മാ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നിട്ട് തിരിച്ച് ബുക്ക് ഷോപ്പിൽ വന്ന് ഫോൺ നോക്കിയപ്പോഴത്തേക്കും അതിലൊരുപാട് മിസ് കോൾസും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ വന്ന് നടക്കുന്നു. പേരില്ലെങ്കിലും നമ്പർ കണ്ടപ്പോൾ തന്നെ അതാരാണെന്ന് നമുക്ക് മനസ്സിലായി. അതുവരെ അവൾക്ക് ഉണ്ടായിരുന്നൊരു സമാധാനമൊക്കെ അവൾക്ക് പോയതുപോലെ തോന്നി. ഓപ്പൺ ചെയ്യേണ്ടെന്ന് തോന്നിയെങ്കിലും പക്ഷെ അറിയാതെ അവളുടെ കൈ തട്ടി ഇൻബോക്സ് ഓപ്പൺ ആയി. അതിൽ ഹേ ടക്കാക്കോ, കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, എനിക്കിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ മീറ്റ് ചെയ്യാം, കോൾ മീ. പെട്ടെന്ന് അവളെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ പോയി ഒരു ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ വന്നു നിറയുന്നത് അവൾ അറിഞ്ഞു. അങ്ങനെ ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞു. അങ്കിൾ വന്നു. പിന്നെ വീണ്ടും മൊർസാക്കി ബുക്ക് ഷോപ്പ് പഴയതുപോലെ സജീവമായി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്കിൾ അവളോട് ചോദിച്ചു, ടക്കാക്കോ, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. അവൾക്ക് അത്ഭുതം തോന്നി. അങ്കിൾ എങ്ങനെ കൃത്യമായിട്ട് എൻ്റെ മനസ്സ് വായിക്കുന്നത്? അപ്പോൾ അങ്കിൾ പറയണേ, ഞാൻ ദിവസവും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നീ ആരോടും ഇപ്പം മിണ്ടുന്നില്ല, എന്ത് പറഞ്ഞാലും കേൾക്കില്ല, നീ ലോകത്തേ അല്ല, ബുക്ക് ചോദിച്ചാൽ കപ്പ് കൊണ്ടുവരും, ചായ ചോദിച്ചാൽ വെള്ളം കൊണ്ടുവരും, നീ എവിടെയാണ്, എൻ്റെ മനസ്സിലെന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ടക്കാക്കയ്ക്ക് തോന്നി, ഓക്കെ ശരി, ആരോടെങ്കിലും എൻ്റെ മനസ്സ് പറഞ്ഞ് സംസാരിച്ചില്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമായിരിക്കും എന്ന് കരുതി അവൾ അങ്കിളിനോട് അവളുടെ ആ ട്രാജഡി ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയൊക്കെ പറയാൻ തുടങ്ങിയാണ്. അങ്ങനെ രണ്ടുപേരും ഡ്രിങ്ക്സൊക്കെ ചെയ്തിട്ട് അവളുടെ ട്രാജഡി ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. ബോയ് ഫ്രണ്ട് അവളെ ചീറ്റ് ചെയ്തതും അവളുടെ ജോലി പോയതും സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ അവ ഒരല്പം പോലും സമാധാനം കൊടുക്കുന്നില്ല എന്നൊക്കെ അവൾ പറയുകയാണ്. അവളുടെ സ്റ്റോറി ഇട്ടിട്ട് അവൾക്ക് തന്നെ ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്കിളൊന്നും മിണ്ടാതെ കുറച്ച് നേരം അവളെ തന്നെ നോക്കിയിരുന്നു. കയ്യിലിരുന്ന ബാക്കി കുപ്പിയും ഒറ്റയടിക്ക് തീർത്തിട്ട് അങ്കിള് പറഞ്ഞു, വാ എണീക്ക്, അവനിട്ട് 2 കൊടുത്തിട്ടാണെങ്കിലും അവനെ കൊണ്ട് നിന്നോടെന്ന് ഞാൻ മാപ്പ് പറയിപ്പിക്കും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ വൃത്തിയിട്ടവൻ എൻ്റെ മരുമോളെ വേദനിപ്പിക്കും. ടക്കാക്കോ പെട്ടെന്ന് പേടിച്ചുപോയി. അങ്കിളിനെ കള്ളു കൊടുത്തത് അബദ്ധമായി പോയല്ലോ എന്നാണ് അവൾക്ക് പെട്ടെന്ന് തോന്നിയത്. അങ്കിള് കഴിച്ചത് ഓവറായി പോയെന്നാണ് തോന്നുന്നത്. സമയം 11 മണി കഴിഞ്ഞു. ഞാൻ ചുമ്മാ ആരോടെങ്കിലും പറഞ്ഞ് ഇത്തിരി സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചാണ് അങ്കിളിനോട് പറഞ്ഞത്, എൻ്റെ തെറ്റാ, മതി നിർത്ത്. അപ്പം അങ്കിള് പറയണേ, ശരി ഞാൻ കുടിച്ചിട്ടൊക്കെ ഉണ്ട്, ഓക്കെ, പക്ഷെ നിന്നെ അവൻ ചീറ്റ് ചെയ്തു, വിഷമിപ്പിച്ചു, നിനക്ക് അവനോട് ദേഷ്യമില്ലേ? ആ ദേഷ്യം തീർത്താലേ നിൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടും. വാ, നീ എൻ്റെ പ്രഷ്യസ് സേവിയർ ഏഞ്ചലാണ്, നിന്നെ ആരും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വന്നില്ലെങ്കിലും ഞാൻ പോവും. ഞാൻ പഴയ മിസ്റ്റർ പോഞ്ഞിക്കരയാണ്, അവനിട്ട് 2 കൊടുക്കാതെ എനിക്കൊരു സമാധാനവും വരില്ല. അപ്പോൾ ടക്കാക്കോ പറയാണ്, അവൻ ഫോമർ റഗ്ബി പ്ലെയറാണ്, അവൻ്റെ ഒരു അടിക്കില്ല അങ്കിള്. അവസാനം ഈ ആവേശം ഹോസ്പിറ്റലിൽ ചെന്നായിരിക്കും അവസാനിക്കുന്നത്. ചുമ്മാ പൊട്ടത്തരം കാണിക്കാതിരിക്കാൻ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അങ്കിൾ അവളെയും കൊണ്ട് ഹിഡേക്കിയുടെ വീടിൻ്റെ മുന്നിലെത്തി. പഴയ ഓർമ്മകളൊക്കെ അവൾക്ക് വരികയാണ്. റിലേഷനിലായിരുന്ന ടൈമിൽ 1-2 തവണ മാത്രമേ അവൻ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറയുകയായിരുന്നു പതിവ്. അവൻ ചീറ്റ് ചെയ്യായിരുന്നെന്നും അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ അവളുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ സ്ലോ ആയിപ്പോയി എന്നോർത്ത് അവളോട് തന്നെ ദേഷ്യം തോന്നി. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ മൊത്തം നനഞ്ഞിട്ടാണ് രണ്ടുപേരും ഹിഡേക്കിയുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ശരി, ഓക്കെ, അങ്ങള് പറഞ്ഞതാണ് ശരി, ഇന്ന് അവനോട്ട് 2 കൊടുക്കണം, ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം കാര്യത്തിന് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പോഴാണ് അങ്കിള് കോളിംഗ് ബെല്ല് അമർത്തിയതും ആ കോൺഫിഡൻസ് ഒക്കെ കാറ്റഴിച്ചിട്ട ബലൂണ് പോലെയായി. അവിടെ നിന്ന് ഓടിപ്പോയാലോ എന്ന് തോന്നിയെങ്കിലും അതിനു മുമ്പ് ഹിഡേക്ക് ഗേറ്റ് തുറന്ന് പുറത്തു വന്നു. രാത്രി വീടിൻ്റെ മുന്നിൽ ടക്കാക്കയെ കണ്ടതും ഹിഡേക്ക് ഒന്ന് ഷോക്കായി. കൂടെ പ്രായം കൂടിയ ഒരാൾ. താൻ ആരാണ്? അങ്കിളിനോട് ചോദിച്ചു. പറയണം, ഞാൻ ടക്കാക്കയുടെ അങ്കിളാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ടൈമിൽ ഇവിടെ എന്താ ചെയ്യുകയാണെന്ന് ചോദിക്കണേ. കാരണം ഇല്ലാതെ ഇവിടെ വരില്ലല്ലോ, ഞങ്ങളെ കണ്ടിട്ട് കമ്പിളി വയ്ക്കാൻ വരുന്നവരെ പോലെ തോന്നിയോ? അങ്കിള് തിരിച്ചു പറഞ്ഞു. കാര്യം പറഞ്ഞിട്ട് പോടോ. പെട്ടെന്ന് ഹിഡേക്ക് ചൂടാവുകയാണ്. എൻ്റെ മരുമകളെ നീ ചീറ്റ് ചെയ്തു, അവളുടെ ഫീലിങ്സിനെ വെച്ച് കളിച്ചു, അവളുടെ ഹാർട്ടിനെ ബ്രേക്ക് ചെയ്തു. നീ അതിന് അവളോട് ഇപ്പോൾ സോറി പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വന്നതെന്ന് സട്ടോറു അങ്കിൾ ഭയങ്കര ദേഷ്യത്തിൽ ഹിഡോക്കിയോട് പറയുകയാണ്. പക്ഷേ ഹിഡേക്കി അവരെ കണ്ടിട്ട് കളിയാക്കുകയാണ്.
ആര് പറഞ്ഞു? അവളാണോ പറഞ്ഞത് ഞാൻ അവളെ ഹേർട്ട് ചെയ്തെന്ന്? അവളാണ് എൻ്റെ പിറകെ നടന്ന് എന്നെ സെഡ്യൂസ് ചെയ്തത്. അവസാനം കുറ്റബോധം തോന്നിയപ്പോഴത്തേക്കും അവളായിട്ട് ജോലിയും കളഞ്ഞു പോയി. അതിന് ഞാനങ്ങനെ കാരണമായിരുന്ന? ഇത് കേട്ടിട്ട് സട്ടോറു അങ്കിളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് ടക്കാക്കയോട് പറയാണ്, മോളെ ടക്കാക്കോ, ഇവനെപ്പോലെ ഒരു വേസ്റ്റിനെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവൻ ഭൂലോക വൃത്തികെട്ടവനാണ്. ഇവനോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവനെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ളതെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് അകത്ത് നിന്ന് അവിടെ എന്താ ഒരു ബഹളം എന്ന് ചോദിച്ചു ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഹിഡേക്കിയുടെ ഫിയാൻസിയാണത്. അവളുടെ പേര് മൗറാന എന്നാണ്. ഓഫീസിൽ വെച്ച് രണ്ടുപേരും കണ്ട പരിചയമൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ തന്നെ ടക്കാക്കയെ മനസ്സിലാവുകയും ചെയ്തു. മുറാന ഇറങ്ങി വന്ന ടൈമിൽ സട്ടോറു അങ്കിളും ടക്കാക്കയും മൊത്തം മഴയൊക്കെ നനഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ഭയങ്കര ചോദിക്കുകയാണ്, എന്തു പറ്റി, മൊത്തം നനഞ്ഞല്ലോ, ഇവിടെ എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുറാന ഒരു നല്ല കുട്ടിയായിട്ടാണ് തോന്നുന്നത്. ഹിഡേക്കിയുടെ യഥാർത്ഥ സ്വഭാവമൊന്നും അവൾക്കറിയില്ല എന്ന് തോന്നുന്നു. ടക്കാക്കോ, നിനക്ക് പറയാനുള്ളതൊക്കെ പറയും. സട്ടോറു അങ്കിൾ പറയാണ്. ഭൂമി പിളർന്ന താഴേക്ക് പോരുന്നെങ്കിൽ എന്ന് പോലെ അവൾക്ക് തോന്നി. ഒന്നുമില്ല, ചുമ്മാ ഇവിടെ അടുത്ത് വരെ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു അഡ്വാൻസ് മാരേജ് വിഷസ് പറഞ്ഞിട്ട് പോകാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് മുങ്ങിയാലോ എന്ന് വരെ ടക്കാക്കോയ്ക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാവരും അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വായിന്നടുത്ത് എന്താണ് വീഴാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഈഗറായിട്ട് സട്ടോറു അങ്കിളും ഹിഡേക്കിയും മൊറാനയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്നോട് സോറി പറയണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അവൾ ധൈര്യമൊക്കെ സംഭരിച്ച് പറയുന്നു. ഈ നിൽക്കുന്ന ഹിഡേക്കി ഭൂലോക ഫ്രോഡാണ്, വേസ്റ്റാണ്. ഇവൻ എന്നെ ചീറ്റ് ചെയ്തു. നിന്നെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ ഇവൻ എന്നെയും സ്നേഹം പറഞ്ഞു പറ്റിച്ചു. ഞാനൊരു മനുഷ്യനാണ്. ഇവൻ എന്നെ അവൻ്റെ വെറും നേരം പോക്കിനുള്ളൊരു പെണ്ണായിട്ട് മാത്രമാണ് കണ്ടത്. അത് എന്നെ എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നെന്നറിയോ? പറഞ്ഞു തീർത്തതും അവൾക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല. അങ്കിൾ അവളെ ചേർത്ത് പിടിച്ചു. നീ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചു. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ഹിഡേക്കി പെട്ടെന്ന് റൈസായി ദേഷ്യപ്പെട്ട്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇനി ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഹിഡേക്കി ഡോറ് ക്ലോസ് ചെയ്ത് പോയി. അങ്കിളിന് ഭയങ്കര ദേഷ്യം വന്ന് അടിക്കാനൊക്കെ കയറിയെങ്കിലും ടക്കാക്കോ തുടങ്ങി. എനിക്ക് ഇത്രയും സൗണ്ടൊന്നും ഞാൻ ഇപ്പോഴും അറിഞ്ഞത്. ആ ഒരു കരച്ചിലിനിടയിലും അവൾ വളരെ സന്തോഷത്തോടെ അങ്കിളിനോട് പറയുകയാണ്. അങ്കിളിനോട് പറഞ്ഞവളത് പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവൾക്ക്. ഇനി ഇവിടെ നിന്ന് മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ വല്ല പനിയും പിടിക്കും എന്ന് പറഞ്ഞ് അങ്കിൾ അവളെയും കൊണ്ട് തിരിച്ച് ബുക്ക് ഷോപ്പിലേക്ക് പോവുകയാണ്. ബുക്ക് ഷോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ടാക്സിയിൽ വെച്ച് അവളെ കെയർ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എന്തൊക്കെ വന്നാലും കൂടെ നിൽക്കുക ഒരാളുണ്ടെന്നോർത്ത് അവൾക്ക് സന്തോഷം തോന്നി. അവൾ അതിന് അങ്കിളിനോട് താങ്ക്സ് പറയുകയും ചെയ്തു. ആ ഇൻസിഡൻറ്റിന് ശേഷം ടക്കാക്കോ മൊറസാക്കി ബുക്ക് ഷോപ്പ് വിട്ടു പോകാൻ തീരുമാനിച്ചു. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ബ്രോക്കൺ ആയിട്ടുള്ള ഹാർട്ടും ഒക്കെ ആയിട്ടാണ് മൊറസാക്കിയിൽ അവൾ വന്നതെങ്കിൽ ഇപ്പോൾ അതെല്ലാം മൊത്തത്തിൽ അപ്രത്യക്ഷമായതുപോലെ. പുതുതായി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. മുന്നോട്ട് എന്താണ് എന്ന വലിയ പ്ലാനൊന്നും ഇല്ലെങ്കിലും ഒരു കൊച്ചു കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് അവൾക്ക് ജോലി കിട്ടി. ബുക്ക് ഷോപ്പ് വിട്ടു പോകാനുള്ള തീരുമാനം അങ്കിളിനോട് പറഞ്ഞപ്പോഴത്തേക്കും അങ്കിളിനത് കുറച്ച് ഷോക്കായെങ്കിലും ഈ ബുക്ക് ഷോപ്പിൽ എൻ്റെ വെക്കേഷൻ എന്നെ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ സ്ഥലം എനിക്ക് വളരെ ഫേവററ്റാണ്. ഇപ്പം ഞാൻ എനിക്കായുള്ളൊരു പ്ലേസ് തേടി പോയില്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ ഉറപ്പായ അങ്കിളിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ടക്കാക്കോ അങ്കിളിനെ ആശ്വസിപ്പിക്കുകയാണ്. ടക്കാക്കോ മൊറസാക്കി വിട്ടു പോകുന്നത് എല്ലാവർക്കും വളരെ വിഷമമായി. സാബു അങ്കിളാണെങ്കിൽ ടക്കാക്കെ ആളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അവളെ ഫാമിലി മെമ്പർ ആക്കിയാലോ എന്ന് വരെയായി കാര്യങ്ങൾ. ടക്കാനോയും ടോമോയും ചേർന്ന് അവൾക്ക് നല്ലൊരു സെൻഡ് ഓഫ് പാർട്ടി തന്നെ കൊടുത്തു. നെക്സ്റ്റ് ഇയർ ബുക്ക് ഫെസ്റ്റിവലിൽ മീറ്റ് ചെയ്യാം, ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ്. ടക്കാനോയും ടോമോയും ഇതുവരെ ഡേറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പഴയ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറി രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു കണക്ഷനുണ്ട്. ഹിഡേക്കിയുടെ ഫിയാൻസി ടക്കാക്കയിനിടയ്ക്ക് മീറ്റ് ചെയ്തു, താങ്ക്സ് പറഞ്ഞു. ആക്ച്വലി മുന്നേ ഹിഡേക്കിയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് ഡൗട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നേരിട്ട് ടക്കാക്കോ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കൺഫേം ചെയ്തത്. സോ അവരുടെ മാരേജ് ക്യാൻസൽ ചെയ്തു എന്ന് പറയുകയാണ്. പെട്ടെന്ന് അവൾക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്തു ടക്കാക്കോയ്ക്ക്. ഐ എം സോറി, ഞാൻ എന്തെങ്കിലും റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ടക്കാക്കോ ഗിൽറ്റി ആയിട്ട് തോന്നി. നോ, ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം അന്ന് ടക്കാക്കോ ആ ധൈര്യത്തോടെ വന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇന്ന് എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞ് ടക്കാക്കയോട് അവൾ താങ്ക്സ് പറയുകയാണ്. മൊറസാക്കി ബുക്ക് ഷോപ്പിലെ ലാസ്റ്റ് നൈറ്റ് സട്ടോറു അങ്കിളിൻ്റെ കൂടെയാണ് ടക്കാക്കോ സ്പെൻഡ് ചെയ്യുന്നത്. അങ്കിൾ ആ ടൈമിൽ അവളോട് പറയുകയാണ്, ഒരിക്കലും സ്നേഹിക്കാൻ നീ പേടിക്കരുത്. ചിലപ്പോൾ അത് നിനക്ക് വീണ്ടും ഒരു ഹാർട്ട് ബ്രേക്കിൽ തരുമായിരിക്കാം, നിനക്ക് വിഷമം തരുമായിരിക്കാം. പക്ഷേ
ഒരിക്കലും ആരെയും സ്നേഹിക്കാതെ ലോൺലി ആയിട്ടുള്ള ഒരു ലൈഫ് നീ തിരഞ്ഞെടുക്കരുത്. ലവ് ഈസ് ലവ്. നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പമുള്ള മെമ്മറീസ് ഒരിക്കലും ആയില്ല. നമ്മൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ആ മനോഹരമായ മെമ്മറീസ് നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കും. എന്നെപ്പോലെ വയസ്സാകുമ്പോൾ നിനക്കത് ശരിക്കും മനസ്സിലാവും. ഓക്കെ എന്ന് അവൾ അങ്കിളിനെ പ്രോമിസ് ചെയ്തു. അടുത്ത ദിവസം ടക്കാക്കയെ സെൻഡ് ഓഫ് ചെയ്യാൻ എല്ലാവരും വന്നു. തലേദിവസം വളരെ മെച്ചോർഡായി അവളെ ഉപദേശിച്ച് അവൾക്ക് അഡ്വൈസൊക്കെ കൊടുത്ത സട്ടോറു അങ്കിള് ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും താല്പര്യമില്ലാതെ ഈ ബുക്ക് ഷോപ്പിലേക്ക് വന്ന് കയറിയപ്പോഴത്തേക്കും ഈ സ്ഥലം ഇത്രയേറെ അവൾക്ക് പ്രിയപ്പെട്ടതായി മാറുമെന്ന് അവൾ വിചാരിച്ചതേയില്ല. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി. തിരിച്ചൊരിക്കൽ കൂടി ആ ബുക്ക് ഷോപ്പിനെയും അങ്കിളിനെയും ഒക്കെ നോക്കാൻ അവൾക്ക് ആഗ്രഹം തോന്നിയെങ്കിലും അവൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. നോക്കിയാൽ ഒരിക്കലും ആ സ്ഥലം വിട്ടുപോകാൻ തോന്നില്ല എന്ന് അവൾക്കറിയായിരുന്നു. ടക്കാക്കോ മൊറസാക്കി ബുക്ക് ഷോപ്പ് വിട്ടുപോയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അവളിപ്പോൾ ഒരു ചെറിയ ഡിസൈനിങ് കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യായിരുന്നു. 3 മാസം മുന്നേ അവൾക്ക് പ്രൊമോഷൻ കിട്ടി, ഫുൾ ടൈം ജോബായി. അങ്കിളിനെ അവൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും. എല്ലാം ഹാപ്പിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പേ ടക്കാക്കയ്ക്ക് അങ്കിളിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. അങ്കിൾ വളരെ ടെൻഷനായിട്ടാണ് സംസാരിച്ചത് ഫോണിലൂടെ. സംഭവം എന്നാണ് ഫോണിലൂടെ പറയുകയാണ്. 2 ദിവസം മുന്നേ ഷോപ്പിൽ എന്നത്തെയും പോലെ ജോലി ചെയ്യായിരുന്നു സട്ടോറു അങ്കിള്. അന്ന് ബിസിനസ് വളരെ നന്നായിട്ട് പോയതുകൊണ്ട് വളരെ സന്തോഷത്തിലായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ കതവ് തുറന്ന് അകത്തേക്ക് വന്നത്. കസ്റ്റമർ ആണെന്നാണ് ആദ്യം കരുതിയത്, പക്ഷെ കസ്റ്റമർ അല്ലായിരുന്നു. അങ്കിളിൻ്റെ വൈഫ് 5 വർഷം മുന്നേ ഒരു വാക്കുപോലും പറയാതെ അന്വേഷിക്കണ്ട എന്ന് മാത്രം ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയ സട്ടോറു അങ്കിളിൻ്റെ വൈഫ് മൊമോക്ക തിരിച്ചു വന്നിരിക്കുകയാണിപ്പോൾ. 5 വർഷം മുന്നേ എങ്ങനെയോ അതുപോലെ തന്നെ ഇപ്പോഴും അവരെ കാണാൻ. ഇനി സ്വപ്നം വല്ലതും ആണോ എന്ന് പോലും സട്ടോറു അങ്കിളിന് സംശയം തോന്നി. കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഐ ആം ബാക്ക് ഹോം, ചിരിച്ചുകൊണ്ട് മൊമോക്കോ പറഞ്ഞു. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് സട്ടോറു അങ്കിള് വെൽക്കം ബാക്ക് എന്നും പറഞ്ഞു. പിന്നീടൊന്നും കൂടുതൽ പറയാതെ മൊമോക്കോ ബുക്ക് ഷോപ്പിന്റെ 2nd ഫ്ലോറിലെ റൂമിലേക്ക് പോയി. ഇത്രയും നേരം എല്ലാം ഫോണിലൂടെ കേട്ടുകൊണ്ടിരുന്ന ടക്കാക്കയുടെ ക്ഷമ നശിക്കും പോലെ തോന്നി. ഓക്കെ, ഒരാൾ ഐ ആം ഹോം എന്ന് പറയുന്നു, മറ്റേയാൾ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു. അത്രയും തന്നെ. ആൻറ്റി തിരിച്ച് വീട്ടിൽ താമസമാക്കിയോ? വേറൊന്നും അങ്കിള് ചോദിച്ചില്ലേ? ഇത്ര കാലം എവിടെ ആയിരുന്നോ, എന്തിന് വീട് വിട്ടുപോയെന്നോ, ഇപ്പം എന്തിനു വന്നെന്നോ ഒന്നും? ഓക്കെ, നോർമലി അങ്കിളൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ആളാണ്, പക്ഷെ ഇത് 2 പേർക്കും കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? ടക്കൊക്കെ ദേഷ്യപ്പെട്ടു. എനിക്കറിയില്ല, അവൾ അതിനെപ്പറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ ചോദിക്കാനും ഒരു ബുദ്ധിമുട്ട്. അവൾ ബുക്ക് ഷോപ്പിലെ 2nd ഫ്ലോറിലാണ് ഇപ്പോൾ താമസം. അവൾക്കതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു ഇവിടെ താമസമാക്കി. എനിക്കാണെങ്കിൽ എങ്ങനെ ഈ സ്ത്രീകളുടെ ഇമോഷൻ വർക്കാവുന്നതെന്നോ അവരുടെ മനസ്സിൽ എന്താണെന്നോ എന്നോ ഒരു ഐഡിയ ഇല്ല. എന്തിനായിരിക്കും അവളിപ്പോൾ തിരിച്ചു വന്നത്? നിനക്ക് എന്തു തോന്നുന്നു? സട്ടോറു ടക്കാക്കയോട് ചോദിക്കുകയാണ്. അങ്കിൾ, ഞങ്ങൾ 2 പേരും സെയിം ജെൻഡർ ആണെങ്കിലും 2 പേരുടെ സ്വഭാവവും തമ്മിൽ പകലും രാത്രിയും പോലെ വ്യത്യാസമുണ്ട്. കുറച്ചു നേരം അങ്കിൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ടക്കാക്കോ, അവൾ വീണ്ടും പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോൾ ടക്കാക്കയ്ക്ക് വിഷമം തോന്നി. അങ്കിളിന് വേണ്ടി മൊമോക്കയോട് സംസാരിച്ചാലോ എന്ന് തോന്നി. ആൻറ്റി ഇല്ലാതെ ഒറ്റയ്ക്ക് അങ്കിൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്നും അപ്പോഴും അങ്കിൾ ആൻറ്റിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ഒരിക്കൽ കൂടെ അങ്കിളിനെ വിഷമിച്ച് കാണാനും ഒന്നും അവൾ ആഗ്രഹിച്ചില്ല. മുന്നേ അവൾ എവിടെ ആയിരുന്നാലും അവൾ സന്തോഷമായിട്ടിരുന്നാൽ മതി, അത് മതി എനിക്ക് എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. ഇപ്പോൾ അവൾ തിരിച്ചു വന്നു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവളോടൊന്നും ചോദിക്കാനും പറ്റുന്നില്ല. 5 വർഷം മുന്നേ ഞാൻ ഓക്കെയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്നെഴുതി വെച്ച് അവളുടെ ഒരു സാധനം പോലും എടുക്കാതെ അവൾ പോയി. ഞങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചിട്ടില്ല, പക്ഷേ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നീ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. നിന്നോട് അവളെ സംസാരിക്കുമെന്ന് തോന്നുന്നു, സട്ടോറു അങ്കിള് ടക്കാക്കയോട് പറയുകയാണ്. 2 പേരുടെ മാരേജ് ലൈഫിൽ ഒരു ഔട്ട്സൈഡറായിട്ട് ഇടപെടുന്നത് ശരിയാണോ എന്ന് തോന്നിയെങ്കിലും അങ്കിളിന് വേണ്ടി സംസാരിക്കുക എന്ന് ടക്കാക്കോ തീരുമാനിച്ചു.